നിങ്ങൾ പ്രൊഡക്റ്റ് ലൂസായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനും, പക്ഷേ നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരെ നല്ല കസ്റ്റം പാക്കേജ് കൂടിയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വളർത്താനും പറ്റുന്നതായിട്ടുള്ള ഒരു സൂപ്പർ ബിസിനസ് അവസരത്തെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു വീഡിയോ. ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. കാരണം സൂപ്പർ മാർക്കറ്റിൽ നിങ്ങളൊരു സാധനം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾ അതിൻ്റെ ₹100 ആണെന്ന് വിചാരിച്ചോ. ഇതേ സെയിം സാധനം ലോക്കൽ മാർക്കറ്റിൽ നിങ്ങൾ ഒരു ഷോപ്പിൽ 1 കിലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ എടുക്കുന്ന സംഭവത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ 100 രൂപ ആണെങ്കിൽ നിങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കില്ല. പക്ഷേ നമ്മൾ മറ്റു സ്ഥലങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബാർഗെയിൻ ചെയ്യും. ഇത്തരത്തിൽ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു സിമ്പിൾ ഐഡിയനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അവസരമാണ് ഞാൻ പറയാൻ പോകുന്നത്. വെൽക്കം ടു ഡേ 1 ഓഫ് 100 ബിസിനസ് ഐഡിയാസ് ഇൻ 100 ഡേയ്സ്. നമ്മൾ ഇന്നതിൻ്റെ ഡേ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസങ്ങളിലും നമ്മൾ പുതിയ ചലഞ്ചിങ് ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ബിസിനസ് ആശയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ ബിസിനസ് ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒരുപാട് ബിസിനസ് ആശയങ്ങളുണ്ട്. നിങ്ങൾക്ക് ഫീസിബിളായിട്ട് തോന്നുന്ന ഐഡിയാസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജ്വല്ലറി ബിസിനസ്സിനെ കുറിച്ചാണ്. മനുഷ്യൻ്റെ പൗരാണിക കാലം തൊട്ടിട്ട് നിങ്ങൾക്കറിയാം, മനുഷ്യൻ ജനറേറ്റ് ചെയ്ത് തൊട്ടിട്ട് നിങ്ങൾ അവരുടെ ഒരു കൾച്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല മറ്റ് കൾച്ചറൽ ആയിട്ടുള്ള സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും എല്ലാ സ്ഥലങ്ങളിലും ഈ ജ്വല്ലറി എന്നുള്ളത് നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ജ്വല്ലറി വെൻ ഇറ്റ് കംസ് ടു ജ്വല്ലറി നിങ്ങൾക്ക് ലേഡീസ് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ ഇൻക്ലൂഡഡ് മെൻ. ആണുങ്ങൾക്കും ജ്വല്ലറീസ് ആവശ്യമാണ് അല്ലേ. ജ്വല്ലറി ബിസിനസ്സാണ് നമുക്കുള്ളത്. ഇതിനകത്ത് 2 സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് പ്യുവർ മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം അങ്ങനെയുള്ള ബേസ്ഡ് ആയിട്ടുള്ള, കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള, മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ്. രണ്ടാമത്തെ കേസ് നമ്മൾ ആർട്ടിഫിഷ്യൽ ജ്വല്ലറീസ് എന്ന് പറയും അല്ലേ. കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറി ബിസിനസ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സിലൂടെ ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ കുറച്ച് പ്രോ ടിപ്സ്, ഇത് ചെയ്യുന്ന ആൾക്കാരുടെ കേസ് സ്റ്റഡീസ് വെച്ചിട്ടുള്ള പ്രോ ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഇതിനകത്ത് നമ്പർ 1, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് അല്ലേ. അപ്പം നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് ഒരു ബ്രാൻഡ് നെയിമാണ്. ബ്രാൻഡ് നെയിം, അതേപോലെ തന്നെ ഈ ബ്രാൻഡ് നെയിമിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള ബ്രാൻഡ് അസറ്റ്സുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ബ്രാൻഡ് അസറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം പേജ് വേണം, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വേണം, വെബ്സൈറ്റ് വേണം, ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേ, ഇതൊക്കെയാണ് ബ്രാൻഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾ കയ്യിൽ പ്രൊഡക്റ്റ് വേണമെന്നില്ല, നിങ്ങൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കണമെങ്കിൽ ₹0 ആണ് വേണ്ടത്. പക്ഷേ ഒരു വെബ്സൈറ്റ് എടുക്കണമെങ്കിൽ മേ ബി യു നീഡ് ടു പേ ₹1000. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന ബ്രാൻഡ് നെയിം ആയിരിക്കണം. അതുകൂടാതെ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. രണ്ടാമത്തെ സെഗ്മെൻറ്റ്, നിങ്ങൾ ഇതിൻ്റെ സബ്സിഡറി ആയിട്ട് തന്നെ വരുന്ന സെറ്റാണ്, നിങ്ങളൊരു സ്പെസിഫിക് നീഷ് സെലക്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം ഇതിനകത്ത് തന്നെ ഈ ഒരു ഓർണമെൻറ്റ്സ് എന്നുള്ളൊരു സെഗ്മെൻറ്റ്സ് നിങ്ങൾക്കറിയാം പല വൈഡ് വെറൈറ്റീസ് ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് ട്രഡീഷണൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, മോഡേൺ കോൺസെൻട്രേറ്റ് ചെയ്യാം, യൂറോപ്യൻ സ്റ്റൈൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, കൊറിയൻ സ്റ്റൈൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതൊരു സെഗ്മെൻറ്റ് ബേസ്ഡ് ഓൺ കൾച്ചർ, ബേസ്ഡ് ഓൺ ആൾക്കാരുടെ സ്റ്റൈൽ വെച്ചിട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് വേറൊരു ടൈപ്പ് ഞാൻ പറഞ്ഞു, ഏജ് ഗ്രൂപ്പുകൾ, കിഡ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടീനേജ് കൈൻഡ് ഓഫ് ചെയ്യാൻ പറ്റും, എബോവ് 30 ചെയ്യാൻ പറ്റും, എബോവ് 60 ചെയ്യാൻ പറ്റും. ദേ ആർ ഓൾ ഡിഫറൻസ് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടിയിട്ട് ഒരു പേജിൽ കൊടുത്തു കഴിഞ്ഞാൽ നോബഡി വിൽ ബൈ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊരു സ്പെസിഫിക് ആൾക്കാർ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു പേജ് തുടങ്ങിയാണ് വേണ്ടത്. അത് മാത്രമേ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഓൺലൈനിൽ നിങ്ങൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ വിജയിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു നീഷ് കിട്ടി. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫൈൻഡ് എ സപ്ലയർ. ഞാൻ ഇതിനു മുമ്പ് കുറേ കാലം മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് തോഫ എന്നൊരു കമ്പനിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തോഫ മുംബൈയിലാണ്. 5 നിലകളിലാണ് അവരുടെ ഹോൾസെയിൽ സപ്ലൈസ് മാത്രമുള്ളത്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, മറ്റ് കൺട്രീസ് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് മേക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ എല്ലാം ഒരു സിംഗിൾ പ്ലേസിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പറ്റും. 5 നിലകളിൽ എല്ലാ പ്രൊഡക്റ്റും. താഴെ മെൻസിൻ്റെ ആണെങ്കിൽ അതിൻ്റെ 5th ഫ്ലോറിൽ കംപ്ലീറ്റ്ലി എന്താ പറയണ്ടേ കൊറിയൻ ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിക്കിൽ തോഫയിൽ പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ NK ജ്വല്ലറീസ് എന്നൊരു കമ്പനിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മൈസൂർ ബേസ്ഡ് ആണ്, മോസ്റ്റ്ലി ട്രഡീഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഹോൾസെയിൽ സപ്ലൈസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്ത നീഷ് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മറ്റ് പ്രൊഡക്റ്റുകളിൽ വില കുറവുണ്ടെന്നുണ്ട് ഡെഫിനറ്റ്ലി അതിലേക്ക് പോകാൻ പാടില്ല. നാലാമത്തെ സ്റ്റെപ്പ്, ഗ്രോ യുവർ ബ്രാൻഡ്. നിങ്ങൾക്ക് ആദ്യത്തെ 100 കസ്റ്റമർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ദാറ്റ്സ് നോട്ട് എ ബിസിനസ്, ദാറ്റ്സ് എ ട്രയൽ. അതൊന്ന് മൈൻഡിലേക്ക് ഫസ്റ്റ് 100 കസ്റ്റമേഴ്സ് ആണ് ശരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിൽ കൊണ്ടുപോകണം, ഫീഡ്ബാക്സ് എന്താണ്, ഈ പ്രൊഡക്റ്റിൻ്റെ യൂസബിലിറ്റി എങ്ങനെയാണ്, ദിസ് ഈസ് വർത്ത് ഫോർ മണി, നിങ്ങളുടെ അസംഷൻസ് ഒക്കെ വാലിഡ് ആകുന്ന
ഒരു സ്റ്റേജാണ്. ഇതാണ് നമ്മൾ 4 സ്റ്റെപ്പ്. നിങ്ങൾ ഫസ്റ്റ് 100 ക്ലയൻസിന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഏത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് 100 ക്ലയൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അവരാണ് ശരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 100 ക്ലയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആസ് എ ഫൗണ്ടർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. നിങ്ങൾ സിസ്റ്റം ബിൽഡ് ചെയ്യാനും നിങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും ഈ 100 ക്ലയൻറ്റ്സ് നോക്കുന്ന സമയത്ത് ഇഫ് ദിസ് ഈസ് വർക്കിംഗ് യു ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് 1000 പീപ്പിൾ. അതിൻ്റെ എന്താണ് റിപ്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫസ്റ്റ് 100 ക്ലയൻസിനെ ക്രിയേറ്റ് ചെയ്യാനും ഫസ്റ്റ് 100 അക്വയർ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ 4th സ്റ്റെപ്പ്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ കൂട്ടണം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് നിങ്ങളൊരു 100 കസ്റ്റമേഴ്സ് നിങ്ങൾ അക്വയർ ചെയ്തു. പക്ഷേ ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് 1000, ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് 10,000, ഡെഫിനറ്റ്ലി യു നീഡ് ടു ഈ ഒരു ബ്രാൻഡിനെ നിങ്ങൾക്ക് മറ്റാൾക്കാരിലേക്ക് അറിയിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ കൂട്ടണം. അതിന് നിങ്ങൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഇല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് ആൾക്കാർ നിങ്ങൾ അക്വയർ ചെയ്യണം. പല കസ്റ്റമേഴ്സും പല ആൾക്കാരും പല രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ എസ്പെഷ്യലി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ചൂസ് ചെയ്യുന്നത്? എസ്പെഷ്യലി ലേഡീസ് കണ്ടന്റ് ക്രിയേറ്റർ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്? കാരണം അവർക്ക് ഓൾറെഡി ഓഡിയൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളൊരു ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് ഓഡിയൻസ് വേണമെന്നില്ല. പക്ഷെ നിങ്ങളൊരു സ്പെസിഫിക് സാധനങ്ങൾ മാത്രമാണ് കൊണ്ടെങ്കിൽ നിങ്ങൾ ഒരു റീലോ ഒരു വീഡിയോ മതി അതിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൊളാബറേഷൻസ് വഴി നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് വഴി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ്, അതായത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള സ്ട്രാറ്റജീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്പെൻസ് എന്താണ്, ഇതിന് ഗ്രോ ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് എത്രയാണ്, എനിക്ക് കസ്റ്റമർ തരുന്ന എമൗണ്ട് എത്രയാണ്. ഇത് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 300 റുപ്പീസാണ്, പക്ഷേ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ വേണ്ടി 500 റുപ്പീസാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എ ലോസ് അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു മികച്ച അവസരമാണ് ഇത് പ്ലസ്സിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ടേക്ക് ദാറ്റ് ബിസിനസ്. അത് നെഗറ്റീവിലാണെങ്കിൽ ഒന്നുകിൽ ആ പ്രൊഡക്റ്റ് മാറ്റുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റുക. ഇതാണ് നമ്മുടെ ഹോൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഈ 5 സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും സ്വന്തമായിട്ടൊരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി പ്രോ ടിപ്പിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രോ ടിപ്പ് തരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രോ ടിപ്പിൽ ഒന്നാമത്തെ കേസ് ഫോട്ടോഗ്രാഫിയാണ്. പി ഫോർ ഫോട്ടോഗ്രാഫി. അപ്പോൾ നല്ല ഫോട്ടോഗ്രാഫീസ് ആണ് ഓൾവേസ് കസ്റ്റമർ അട്രാക്ട് ചെയ്യുക. ഈ ഫോട്ടോഗ്രാഫി നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അടുത്തതാണെങ്കിൽ കൂടി നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫിക് ടൂൾസുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ കസ്റ്റമർ ചെയ്യുള്ളൂ. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ റിയലിസ്റ്റിക് ആയിട്ട് അത് ഹൗ ഇറ്റ് ലുക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റിയലിസ്റ്റിക് ഫോട്ടോസും റിയലിസ്റ്റിക് വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിനെക്കാട്ടും കൂടുതൽ സെയിൽസ് വരാനുള്ള സാധ്യതയുണ്ട്. യൂസർ ജനറേറ്റഡ് ഡാറ്റ UGC എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ പോവുക. ഇത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഇതെങ്ങനെ കാണുന്ന സമയത്ത് അത് വ്യൂ ചെയ്യുന്ന കസ്റ്റമർ അവരുമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ആവുകയും ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രോ ടിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൈസിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളൊരു ഹയർ പ്രൈസ് ഇട്ടിട്ട് എപ്പോഴും ഒരു ഡിസ്കൗണ്ടഡ് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യണം. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അല്ലെങ്കിൽ എൻഡ് ഓഫ് സീസൺ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ക്ലിയറൻസ് സെയിൽ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ MRP എന്ന് പറഞ്ഞ സാധനം കസ്റ്റമർ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറക്കാൻ പാടില്ല. മൂന്നാമത്തെ കേസ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു തീം ബേസ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ ലൈക്ക് ടൈപ്പിങ്സിന് ഒരു സ്റ്റൈൽ ഉണ്ടാവണം, നിങ്ങളുടെ ഫോട്ടോഗ്രാഫിക്ക് ഒരു തീം ഉണ്ടാവണം, നിങ്ങളുടെ ടോട്ടൽ വെബ് പേജിന് ഒരു തീം ഉണ്ടാവണം, നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോസിൻ്റെ ഒരു കളർ പാറ്റേൺസ് ആ ഒരു രീതിയിലൊക്കെ നിങ്ങളാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി പ്രീമിയം കസ്റ്റമർ വിൽ അട്രാക്ട് ചെയ്യും. നിങ്ങൾ ഇന്നൊരു ഫോട്ടോ പച്ചക്കൽ എടുത്തെങ്കിൽ നാളെ മഞ്ഞയിൽ എടുക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി പീപ്പിൾ വോണ്ട് അട്രാക്ട്. അങ്ങനെയുള്ള കസ്റ്റമറാണ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് പ്രീമിയം ലെവലിലേക്ക് പോകണമെങ്കിൽ തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകൾ നിങ്ങൾ പോകണം. നാലാമത്തെ പ്രോ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് കളക്ഷൻസ് ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റേസർ പേ ലിങ്കോ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ സെറ്റപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്ലേസസിലേക്ക് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഓവറോൾ ഐഡിയ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു 1-to-1 കൺസൾട്ടേഷനാണ് ഇതിൻ്റെ മുകളിൽ വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്രാൻഡ് ആക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 50,000 to 1 lakh ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ ഫോർ എ 1-to-1 കൺസൾട്ടേഷൻ. നിങ്ങൾക്ക് ഒരു 1 hour കൺസൾട്ടേഷൻ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് യു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നമുക്ക് രണ്ടാമത്തെ വീഡിയോയിൽ കാണാം.